എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ലൈഫ് മീനിങ്ലെസ് ആയിട്ട് ലൈഫിന് ഒരു പർപ്പസും ഇല്ലാതെ നമ്മളിങ്ങനെ ലൈഫ് വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് പേരുണ്ട്. പല ആൾക്കാർക്കും അത് പിന്നീടായിരിക്കും ബോധ്യപ്പെടുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. മീനിങ്ലെസ്നെസ്സോടുകൂടി ജീവിതം. അപ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലേ? അപ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എനിക്ക് എൻ്റെ ലക്ഷ്യം എങ്ങനെയാണ് എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു മീനിങ് ഫുള്ളായിട്ടുള്ള ലൈഫ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ ഹാർവാർഡ് ബിസിനസ് സ്കൂൾ നടത്തിയ 30 വർഷം മുമ്പ് നടത്തിയ പഠനത്തിലാണ് കണ്ടത് 3% ആൾക്കാർക്ക് മാത്രമേ ലോകത്തിൽ ഗോളുള്ളൂ. അതിലെഴുതി തയ്യാറാക്കി വെച്ചേക്കുന്ന ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ആൾക്കാരേ ഉള്ളൂ. അവരെല്ലാം ആ ഗോൾ കൃത്യമായിട്ട് എത്തിച്ചേരാറുണ്ട്. കുറച്ചുകൂടെ വിപുലമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഗോൾ ചെയ്യുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ, നമ്മൾ കാണുന്ന എല്ലാ ഡയലോഗും എത്രയോ വിപുലമായിട്ട് തിരക്കഥയിൽ എഴുതിയ കാര്യങ്ങളാണ് നമ്മൾ സംഭാഷണത്തിലൂടെ നടന്മാർ സംഭാഷണത്തിലൂടെ കേൾക്കുന്നത്. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിക്കണം എല്ലാം അവർ ആ ട്വിസ്റ്റ് എവിടെ എടുക്കണം, ഇതെല്ലാം ചെയ്ത് വെച്ചേക്കാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാവുന്നൊരു ടെക്നിക്കാണ്. ഇങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരുപക്ഷെ നമ്മുടെ ഒരു ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ടൊരു വലിയൊരു ഡയറിയോ ഒരു 100-300 പേജിൻ്റെ ഒരു ബുക്കോ നമുക്ക് വേണ്ടി വരും. സ്പൈറൽ ചെയ്ത ഒരു ബുക്കൊക്കെ എടുത്തിട്ട് 10-200 രൂപ കൊടുത്തൊരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിങ്ങനെ എഴുതി ഞാൻ ഇനി ഇന്നത് ചെയ്യും, ഇന്ന സ്ഥലത്തേക്ക് ചെയ്യും. അപ്പോൾ അതിനുപോലും അതുപോലും പിശുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് നമ്മളതിനെ ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റും. അതായത് ഒരു സിനിമ സ്ക്രിപ്റ്റ് ആക്കുന്ന പോലെ നമുക്ക് സ്ക്രിപ്റ്റാക്കി മാറ്റും. അപ്പോൾ നമുക്കറിയാം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് പർപ്പസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ ലൈഫ് പർപ്പസ് കണ്ടെത്താനായിട്ട് നമുക്കൊരു നല്ല മെത്തേഡാണ് നമുക്ക് ഈ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുമ്പോൾ. അതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്തൊരു 21 ഡേയ്സിനകത്ത് നമുക്ക് ഇത് എപ്പോഴും നമ്മൾ ലൂസിഡ് ഡ്രീം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രീം ജേണൽ എഴുതുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിനകത്തൊക്കെ കിട്ടും ഡ്രീം ജേണൽ എഴുതാനായിട്ടുള്ളതും ഡ്രീം ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് എഴുതാനായിട്ട് പഠിച്ചതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ലൂസിഡ് ഡ്രീമിംഗ് പോയി കഴിഞ്ഞാൽ ലൂസിഡ് ഡ്രീമിങ്ങിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തുനിന്ന് ഓർത്തെടുത്ത് അതിനകത്ത് ചിലപ്പോൾ ഓരോ സിമ്പിൾസും കണ്ടിട്ടുള്ള ഓരോ ഇമ്പ്രഷൻസും എല്ലാം നമുക്ക് ഭയങ്കര മീനിങ് ഫുള്ളായിരിക്കും. അതിനെ നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്ത് സെൽഫിൽ അപ്പോൾ നമുക്കത് വേണമെന്നുള്ളത് നമ്മളത് എഴുതി തയ്യാറാക്കിയിട്ട് അടുത്ത ദിവസം നമ്മൾ അത് വെച്ചിട്ട് ആ സെയിം സാധനം ഇമ്പ്രൂവ് ചെയ്താണ് നമ്മളിപ്പോൾ 21 ദിവസം കൊണ്ടൊരു ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി ഒന്നാമത്തെ കാര്യം ഈ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോധത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മൾ ഈ ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ലൂസിഡ് ഡ്രീമിങ്ങിനകത്താണ് നിങ്ങൾ തന്നെയാണ് അതിനകത്ത് കഥാപാത്രവും. പക്ഷേ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ട് ഞാനിത് സ്വപ്നത്തിലാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ്സിനുണ്ട്. അതിപ്പോൾ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് പെർമനൻ്റ് ആവും. പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഈ ഡ്രീം ജേണലെല്ലാം വെച്ചേക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലൈഫിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കുക, ലൈഫ് വളരെ മീനിങ് ഫുള്ളാക്കുക. നമ്മൾ മീനിങ് ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ശകലം പോലും സമയം നമുക്ക് വേസ്റ്റ് പോകുന്നില്ല. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ലൈഫിൽ 5 മിനിറ്റ് പോലും നമുക്കപ്പം വിശ്രമിക്കുന്നതിന് പോലും ആ വിശ്രമം പോലും അതിന് ക്വാളിറ്റിയുണ്ട്, അജണ്ടയുണ്ട്. പൂർണ്ണമായിട്ട് വിശ്രമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മൈൻഡിനെ ഏറ്റവും സ്റ്റില്ലാക്കി നമ്മളൊരു പ്രപഞ്ചമായിട്ട് ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന രീതിയിൽ നമ്മൾ ആങ്കർ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും പർപ്പസിന് വേണ്ടി ജീവിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ പർപ്പസിന് വേണ്ടി. അപ്പം നമുക്ക് ജീവിതത്തിന് ആവേശമായി, ത്രില്ലായി. പിന്നെ ഇതെല്ലാം നമ്മൾ വീണ്ടും അടുത്ത ദിവസം രാത്രി വീണ്ടും കാണുവാണല്ലോ. അപ്പോൾ ഒരു പർപ്പസ് ഡ്രിവൺ ലൈഫായിട്ട് അപ്പോൾ ലൈഫിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഇമ്പാക്റ്റ്ഫുൾ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമുക്ക് പാഷൻ, നമ്മുടെ പാഷൻ എന്താണോ, ലൈഫ് പർപ്പസ് എന്താണോ, സോൾ പർപ്പസ് എന്താണോ. ഇപ്പോൾ സോൾ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സോൾ പർപ്പസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമുക്കവിടെ യഥാർത്ഥത്തിലുള്ള ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഈ പലപ്പോഴും നമുക്ക് ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ലൈഫ് പർപ്പസ്
അഥവാ സോൾ പർപ്പസിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ട്രാജഡികളൊക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ നിർമ്മിക്കുന്ന പോലെ തന്നെയുള്ള ലൈഫായിരിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും അതിനൊരു പിന്നെ എന്താണ് അതിനൊരു ത്രില്ലല്ലോ, നമ്മൾ അൺനോണാണ് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെയല്ല, നമ്മുടെ മുഴുവൻ ആങ്സൈറ്റിയും പോകും, നമുക്ക് എന്താ വരാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജോലിക്ക് അർത്ഥമുണ്ടാക്കും, പിന്നെ ഭയങ്കര മീനിങ് ഫുള്ളായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. എപ്പോഴും നമുക്ക് മോട്ടിവേഷനുണ്ട്, ലൈഫിനൊരു കൃത്യമായ ഡയറക്ഷനുണ്ട്, ക്ലിയർ പാത്തുണ്ട്, ദിശ വളരെ ഉറപ്പാണ്. ഇതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ കെൻ പാലർ 2026 ലേറ്റസ്റ്റാണ്. അപ്പം US അപ്പോൾ ഈ ഇവിടെ ഒരു നമുക്ക് മെമ്മറിയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം ഈ ലൂസിഡ് ഡ്രീം വഴി. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 75% പാർട്ടിസിപ്പൻസും അവർ എക്സ്റ്റേണൽ കോഴ്സ് പലതും അവർ എഴുതി വെച്ചത് പലതും അവർക്ക് ഡ്രീമിനകത്തോട്ട് നടപ്പിലാക്കാൻ പറ്റി. അത് നെക്സ്റ്റ് ഡേ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനത് കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റീസെർച്ച് ഫൈൻഡിങ്. അപ്പോൾ നമുക്കിവിടെ ഡെയിലി റൊട്ടീൻസ് മീനിങ് ഫുൾ ആക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രീം ജേണൽ ഉണ്ടാക്കി തയ്യാറാക്കി നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി, അപ്പോൾ അവിടെ നമുക്കൊരു വളരെ ഒരു പർപ്പസ്ഫുള്ളായിട്ടുള്ള റൊട്ടീനിൽ നമ്മൾ പോകും. അപ്പം ഈ സാധാരണഗതിയിൽ നമുക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, 5 മണിക്ക് എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ സമയത്ത് എഴുന്നേൽക്കാനായിട്ടും അതിന് ആക്ടിവിറ്റി ചെയ്യാനായിട്ടും പിറ്റേ ദിവസം നമുക്കൊരു നിശ്ചിത സമയത്ത് തന്നെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാനായിട്ട് അപ്പം നമ്മൾ കുറച്ച് മെനക്കെടണം. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കഴിഞ്ഞൊടിക്കുന്ന പോലുള്ള സ്പീഡിൽ നമുക്ക് ഈ ലൂസിഡ് ഡ്രീമിങ് കിട്ടത്തില്ല. ലൂസിഡ് ഡ്രീമിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പം അത് കുറേ നമ്മൾ വർക്ക് ചെയ്ത് വേണം നമുക്കതിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഒരു 20 ദിവസമാണ് 21 ദിവസമാണ് ഞാനത് വിവിധ രീതിയിലുള്ള ഇത് പഠിപ്പിച്ചെടുക്കുന്നത്, അതിൻ്റെ പ്രോട്ടോക്കോളും എല്ലാം പഠിപ്പിച്ചെടുക്കുന്നത്, ടെക്നിക്സും ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ള ഏരിയ മാത്രമായിട്ട് അതിനെയാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ അതിൽ സിനിമയിൽ കാണുന്ന പോലെ കണ്ടുകൊണ്ടാണ്, അപ്പോൾ ബോധത്തോടു കൂടി കണ്ടുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഫുൾഫിൽമെൻ്റ് ഉണ്ടാകും, ലൈഫ് ഒട്ടും ബോറടിക്കത്തില്ല. അപ്പോൾ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗോളുകൾ, നമുക്ക് എന്തൂസിയാസം, പിന്നെ കൃത്യമായിട്ടുള്ളൊരു ഗോളിന് വേണ്ടി ജീവിക്കുന്നു, ക്ലിയർ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു പർപ്പസിനനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് സെൽഫ് വർത്ത്, നമുക്ക് നമ്മുടെ വാല്യൂ, രക്തത്തെ കഴിഞ്ഞ് മൂല്യമുള്ള ആളാണ് നമ്മളെന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതെല്ലാം നമുക്ക് അനുഭവത്തിൽ കൊണ്ടുവരിക, ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൃത്യമായ ദിശ നമുക്കറിയാം, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ പ്ലാൻ ചെയ്ത് നമ്മുടെ ലൈഫിനെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ച് കഴിഞ്ഞു. നമ്മളുടെ കമ്പാഷൻ ഒരുപാട് ഉയരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ വളരെ ക്ലിയർ ആകും. അതുപോലെ തന്നെ ഐഡിയൽ ഫ്യൂച്ചർ, ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള ഫ്യൂച്ചർ എന്താണ്, അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം റെപ്പറ്റീഷൻ ഇസ് എ മദർ ഓഫ് സ്കിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് മീനിങ് ഫുള്ളായിട്ട് നമുക്ക് ആ സ്കില്ല് നമ്മളങ്ങ് ആർജിക്കുകയാണ്. അപ്പം പിന്നെ നമുക്ക് ദിവസവും ഫ്രഷ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ ഗ്രോത്ത് ജേർണിയിലൂടെ തന്നെ നമുക്ക് ജീവിതത്തിൽ പോകണമെങ്കിൽ, അപ്പം എല്ലാ ദിവസവും ഒരു ലൈഫിൽ 2% 5% ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് വരുത്തിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട്. പല ആൾക്കാരും മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവർ സ്പിരിച്വൽ എംപ്റ്റിനെസ് അവർക്കുണ്ടാകും. അതിന് പകരം അവർക്കൊരു കറക്റ്റ് ഒരു ഇന്നർ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ ഒരു പീസ് ലഭിക്കാനും, പിന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഈ കൺഫ്യൂഷൻ കാരണം അവരൊരു പർപ്പസ് തന്നെ നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രെസ്സും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു ലൂസിഡ് ഡ്രീമിങ് നമുക്ക് ചെയ്യാം. പല ആൾക്കാരും ഈ പാഷൻ എന്താണെന്ന് അവർ കണ്ടെത്തിയിട്ടില്ല. പാഷനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ പക്ഷേ നമുക്ക് പാഷനുള്ള കാര്യത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമുക്ക് അച്ചീവ്മെൻറ്റ് എല്ലാ ദിവസവും നമുക്ക് അച്ചീവ്മെൻറ്റ്, അതിൻ്റെ ഫുൾഫിൽമെൻറ്റിൽ നമുക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷനിൽ. അപ്പോൾ നമുക്ക് ലൈഫിൻ്റെ ഗോളുകൾ വളരെ ക്ലിയറാണ്.
ടാർഗറ്റ് ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമ്മളും വളരെ ഹാപ്പിയാണ്, ലൈഫ് എപ്പോഴും ഇമ്പാക്റ്റ്ഫുള്ളാണ്, നമ്മളൊരു ആ പർപ്പസിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഗോളിന് ആവശ്യമായ ഐഡൻറ്റിറ്റി നമ്മൾ റീക്രിയേറ്റ് ചെയ്യും, പ്രത്യേകിച്ച് നമ്മൾ ലൂസിഡ് ഡ്രീമിൽ കൂടെ. അപ്പോൾ നമ്മുടെ ഓതൻറ്റിക് ആയിട്ടുള്ള സെൽഫ് എങ്ങനെയാണ്, ലൈഫ് എപ്പോഴും മോട്ടിവേഷനും നമ്മളെ സ്വയം ഇൻസ്പയർ ചെയ്ത് നമുക്ക് ഡ്രൈവോട് കൂടി തന്നെ ക്ഷീണങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മളുടെ എനർജി ഫുള്ളായിട്ട് നിൽക്കും, എല്ലായ്പ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, എപ്പോഴും ഒരു ഇന്നർ ജോയ് നമുക്കുണ്ടാകാം. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻസ് ലെവലിലുള്ള നമുക്ക് ഈ ഒരു ലൂസിഡ് ഡ്രീമിംഗ് ഉണ്ട്. അവിടെ നമുക്ക് ഒരുപാട് ഫുൾഫിൽമെൻറ്റിലേക്ക്, ഒരു എക്സ്റ്റസിയിലൊക്കെ പോകാനായിട്ട്, ലൈഫിൻ്റെ ബെസ്റ്റ് ഡയറക്ഷൻസ്, സ്റ്റേബിൾ പാത്ത്, അപ്പോൾ അവിടെ നമുക്കൊരു കൺസിസ്റ്റൻസി, ഒരു ഫ്യൂച്ചർ ഗോള് ഒക്കെ. നമുക്കിവിടെയൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആരാണ് നമ്മുടെ മെൻറ്റർ ആയിരിക്കുക. നമ്മുടെ ഈ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് തന്നെ നമുക്കൊരു മെൻറ്റർ ഉണ്ടാക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഈശ്വരനെയോ ഒരു ഗുരുവിനെയോ എന്തിനു വേണമെങ്കിലും ചെയ്തുകൊണ്ട് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഗുരു നമുക്ക് ഡയറക്ഷൻസ് തരുന്നു, ഓരോ ദിവസവും നമുക്ക് വീണ്ടും കാശ് കൊടുക്കാതെ തന്നെ ട്രെയിനിങ് തരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഫുള്ളായിട്ടൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ലൈഫിൽ, അതുപോലെ ലോകത്തിന് മീനിങ് ഫുൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഹാപ്പിനെസ്സിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ക്ലിയർ വിഷനിലാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. അപ്പം ഈ വിഷനുള്ള ആൾക്കാരാണ് രക്ഷപ്പെടുന്നത്, വിഷനില്ലാത്ത ആൾക്കാർ പെരീഷ് ചെയ്യുമെന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ നമുക്കപ്പോൾ ഇമോഷണലി നമ്മൾ വളരെ ഹൈ ആയിരിക്കും, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും വളരെ വലിയൊരു ഫുൾഫിൽമെൻറ്റിൽ, ഒരു ക്രിയേറ്റിവിറ്റിയുടെ പർപ്പസ്, ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു അച്ചീവ്മെൻറ്റിൻ്റെ പെർസ്യൂട്ട്സ്, നമുക്കൊരു ട്രൂ ഡിസയർ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അപ്പം എപ്പോഴും നമുക്കൊരു ലൈഫിന് നമുക്കൊരു മൈൻഡ്ഫുള്ളായിട്ടുള്ള ലീവിങ്, ഓരോ നിമിഷവും നമ്മൾ അർത്ഥവത്തായിട്ടുള്ള ലീവിങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പർപ്പസ് കണ്ടെത്തുക, ഇന്നർ ഗൈഡൻസ് കൃത്യമായിട്ട് നമുക്ക് ഇതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ രാവിലെ 6:30 മുതൽ 7:30 വരെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് അഡ്വാൻസ് ടെക്നിക്സൊക്കെ നിങ്ങൾക്ക് ലേണിങ്ങിൽ പതിയെ നിങ്ങൾക്ക് പഠിക്കാം. ഇത് വർഷങ്ങളോളം നിങ്ങൾക്ക് തുടരാം. ഞാൻ ഒരുപാട് യൂട്യൂബ് തന്നെ ചെയ്തിടാനായിട്ട്, പഠിച്ച ആൾക്കാർ മറന്നു പോകുമ്പോൾ അത് വീണ്ടും കയറി കാണാൻ വേണ്ടിയിട്ടാണ്. റിപ്പീറ്റ് ചെയ്ത് ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് അവർക്ക് കൃത്യമായിട്ട് കാണാനായിട്ടും അതവർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ടും. പിന്നെ ചില ആൾക്കാർ അവരുടെ ലൈഫ് പർപ്പസ് മാത്രമല്ല, പേഴ്സണൽ വാല്യൂസ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആ ലൈനിലേക്ക് അലൈൻ ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചർ കാണാനായിട്ട് പറ്റുന്നത്, അതിനുള്ള ഒരു ധൈര്യം എന്താണ്, കറേജ് എന്താണ്, കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടുന്നതായിട്ട് ഒരു ഗൈഡഡ് പാത്ത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്കൊരു സെൽഫ് ഡിസ്കവറി പൂർണ്ണമായിട്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടത് പുറത്തുള്ള സബ്ജക്റ്റിനെ കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരു ഡീപ്പർ സെൽഫിൽ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ അവയർനെസ്, ഇപ്പോഴുള്ള അവയർനെസ് ഒരു ലെമണിൻ്റെ വലിപ്പമാണെങ്കിൽ അതിനെ നമുക്കൊരു തണ്ണിമത്തിൻ്റെ വലിപ്പത്തിലേക്കോ, പിന്നീട് നമ്മുടെ അവയർനെസ്, സ്പിരിച്വൽ അവയർനെസ്സൊക്കെ കൂട്ടി നമ്മളൊരു വീടിൻ്റെയോ ഒരു നഗരത്തിൻ്റെ വലിപ്പത്തിലേക്ക് നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട്, വിശ്വബോധം തന്നെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു ലൂസിഡ് ഡ്രീം വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഇതിലൂടെ വലിയ ജീവിത മാറ്റവും ഈ അറിവൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് അതിൻ്റെ പുണ്യം കൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.